പറയടി, കമലേശ്വരത്തെ വിശ്വനാഥനെ കൊന്നത് നിന്റെ അച്ഛനാണെന്ന്. കയറി പൊയ്ക്കോ, നീ നിനക്കുള്ളത് പിന്നാലെ വരുന്നുണ്ട്. പോകേണ്ടവർക്ക് പോവാം, അതാ എന്റെ നിലപാട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് നമ്മുടെ കണ്ണൻ കരുണയ്ക്കിട്ട് തിരിച്ചടി കൊടുക്കാൻ പോകുന്നു ഗൈസ്. അതേ, നമ്മുടെ കരുണ വാമദേവന്റെ അടുത്ത് പോയി തിരികെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ കൃത്യമായിട്ട് കണ്ണന്റെ മുന്നിലാണ് വന്ന് പെടുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവരോട് പോയി പറയടി എൻ്റെ അച്ഛനെ കൊന്നത്, അതായത് കമലേശ്വരത്തെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛനാണെന്ന് പോയി പറയടി എല്ലാവരോടും എന്ന് പറയാണ്. അതായത് ഉണ്ണിനോടും ദുർഗാമ്മയോടും പോയി പറയാനാ പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കരുണ ആകപ്പാടെ ഞെട്ടി തകർന്നടിഞ്ഞ് നിൽക്കുന്നുണ്ടേ. എന്നിട്ട് കണ്ണൻ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ഉണ്ണിയുടെ അടുത്ത് ഞാൻ പറയാൻ പോവാടി എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ നമ്മുടെ കരുണയ്ക്ക് തൃപ്തിയായിട്ടോ. 5 ലക്ഷം രൂപ മേടിക്കാൻ പോയ കരുണയാണ് ഇപ്പൊ 5 ലക്ഷം കിട്ടിയതുമില്ല, വയറ് നിറയെ നമ്മുടെ കണ്ണന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു എന്നുള്ളൊരവസ്ഥയായി. ശേഷം നമ്മുടെ ഉണ്ണിയുടെ അടുത്തേക്ക് നമ്മുടെ കരുണ പോകുമ്പോൾ ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്, ആരെയും ഞാനിവിടെ പിടിച്ചു നിർത്താൻ ഇനി ശ്രമിക്കത്തില്ല, പോകേണ്ടവർക്ക് പോകാം എന്ന് നമ്മുടെ കരുണയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ കരുണ ആകെ ഇടിവട്ടേറ്റ പോലെ നിൽക്കുക. നേരത്തെ ഉണ്ണിയെങ്കിലും ഒന്ന് കാല് പിടിക്കുമായിരുന്നു, കരുണയെ പ്ലീസ് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഉണ്ണിക്ക് പോലും നമ്മുടെ കരുണേനെ വേണ്ട. അപ്പൊ കരുണ ആകെ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഉണ്ണിയുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ട് അവരുടെ ബന്ധം വേർപെടുത്താൻ പോവാണോ കണ്ണേട്ടൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, അവൾക്കിട്ട് എന്തായാലും ഞാനൊരു മറുപടി കൊടുക്കും, അതെങ്ങനെയാണെന്ന് ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകരെ? ശത്രുക്കൾക്ക് ഇങ്ങനെ തിരിച്ചടി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. പക്ഷെ കഥ ഇങ്ങനെ പോയാൽ പോരാ, ശത്രുക്കളും ഒന്ന് ഉയർന്നിട്ട് ഉയർത്തെണീറ്റിട്ട് ഇവർക്കും എതിരായിട്ട് ഇങ്ങനെ ആഞ്ഞടിച്ചാലേ രണ്ടും കൂടി ആയാലേ നമുക്ക് പ്രേക്ഷകർക്ക് കാണാനൊരു രസമുള്ളൂ അല്ലേ. കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.